ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ കാവേരി ഇനി തൻ്റെ ഹോം സ്റ്റേ ഒന്ന് വിപുലീകരിക്കണം എന്നൊക്കെ തീരുമാനിക്കുകയാണ്. തൻ്റെ ജോലി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് തൻ്റെ മുഴുവൻ ശ്രദ്ധയും ഹോം സ്റ്റേയിൽ തന്നെ തുടങ്ങണം. ഇതൊന്ന് വളർത്തിക്കൊണ്ട് വരണം. ആ രാജേശ്വരി അവർക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു. ഒരു തെറ്റും ചെയ്യാതെയല്ലേ അവരെന്നെ അടിച്ചിറക്കി വിട്ടത്. അവരുടെ ടീ കപ്പ് റിസോർട്ടിനേക്കാൾ വലിയൊരു റിസോർട്ട് തന്നെ ഒരു വർഷത്തിനുള്ളിൽ ഈ കാവേരി പണിയും. അവർക്ക് തന്നെ ഞാനൊരു വെല്ലുവിളിയായി മാറും. എന്നെ ഇത്രയേറെ അവർ അപമാനിച്ചതല്ലേ എന്നൊക്കെ മനസ്സിൽ പറയാം. ഇതേ സമയം ജോലി പോയ കാര്യം വീട്ടിൽ ആരോടും കാവേരി പറയുന്നുമില്ല. അപ്പം ഒരു ഗസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നൊരു അറിവ് ഉണ്ടായിരുന്നല്ലോ. അപ്പം ഗംഗ വന്ന് ചോദിക്കും, എടി ഇത്രയും നേരമായിട്ട് ഗസ്റ്റുകൾ ആരും ഇങ്ങോട്ട് വന്നില്ലല്ലോ. എൻ്റെ ഗംഗേച്ചി ഒന്ന് വെയിറ്റ് ചെയ്യുക, അവർ വന്നോളും. അതല്ലടി, അവർക്ക് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ വന്നില്ലെങ്കിൽ അതൊക്കെ വേസ്റ്റായി പോകില്ലേ? എങ്ങനെ വേസ്റ്റാകും? അതിനല്ലേ നമ്മളെല്ലാവരും ഉള്ളത്. നമ്മൾ കഴിച്ചാൽ തീരാവുന്ന ഫുഡൊക്കെ ഇവിടെ ഉള്ളൂ. അതോർത്ത് ചേച്ചി ടെൻഷൻ ആകണ്ട. അവർ വന്നില്ലെങ്കിൽ വേറെ ഗസ്റ്റുകൾ വരൂന്നേ. ഇനിയിപ്പം എൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇത് തന്നെ ആയിരിക്കും എന്ന് പറയാണ്. അപ്പം ഗംഗയാണെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യേ എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. ശാരദയ്ക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്. നമ്മുടെ കാവേരി ആണെങ്കിൽ ഗസ്റ്റുകളെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നതിനോടൊന്നും കാവേരിക്ക് ഒട്ടും താല്പര്യമില്ല. ഇതേ സമയം ടീ കപ്പ് റിസോർട്ടിൽ 3-4 ചെറുപ്പക്കാർ റൂം എടുക്കാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവരെല്ലാം നന്നായിട്ട് മദ്യപിച്ചിട്ടുമുണ്ട്. അപ്പം മദ്യപിച്ച് വരുന്ന അവരെ കാണുന്ന ആസിഫ് പറയും, ഇവിടെ റൂമൊന്നും ഒഴിവില്ല എന്ന് പറയാം. പ്ലീസ് സാർ, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു റൂം വേണം, ഒരു റൂം തന്നാലും മതി എന്ന് അവർ കെഞ്ചാണ്. അതല്ലേ പറഞ്ഞത്, ഇവിടെ ഒറ്റ റൂം പോലും ഒഴിവില്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും റിസോർട്ടിൽ പോയി റൂം അന്വേഷിക്കൂ എന്ന് പറയാം. അപ്പോൾ ഈ ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ട് രാജേശ്വരി അങ്ങോട്ട് വരിക. എന്താ ആസിഫെ, എന്താ ഇവിടെ ഒരു ബഹളം? അപ്പം ആ വന്നവരെല്ലാം ചോദിക്കും, മേഡം ഞങ്ങൾക്കൊരു റൂം അത്യാവശ്യമുണ്ട്. അപ്പം ആസിഫിനെ രാജേശ്വരി നോക്കൂട്ടോ. എന്താ ആസിഫ്? അപ്പം പതിയെ ചെന്ന് രാജേശ്വരി അടുത്ത് ചെന്നിട്ട് പറയും, ആൻറ്റി ഇവരെല്ലാം ശരിക്കും മദ്യപിച്ചിട്ടുണ്ട്. ഇവരേക്ക് ഈ റൂം കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വയ്യാവേലിയായി തീരുള്ളൂ. ഓഹോ, മദ്യപിച്ചിട്ടുണ്ടല്ലേ? അതെ ആൻറ്റി, അതുമല്ല, കാണുമ്പം തന്നെ അറിയാം അല്പം വശപ്പിച്ച കാണുന്ന. ശരിയായ സ്വഭാവമുള്ളവരൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാ അലമ്പന്മാരാ എന്ന് പറയാം. അലമ്പന്മാരും ആണല്ലേ എന്ന് രാജേശ്വരി ചോദിക്കാം. അതെ, ഇവിടെ റൂമുകളൊന്നും ഒഴിവില്ല, പക്ഷേ മഹാനദി ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോം സ്റ്റേ ഉണ്ട്, അവിടെ റൂമുകൾ ഒഴിവുണ്ടാകും എന്ന് അവർ പറയാം. അപ്പോൾ ആസിഫ്, അയ്യോ അത് കാവേരിയുടെ ഹോം സ്റ്റേ അല്ലേ എന്ന് ചോദിക്കാം. ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ എന്നുള്ള രീതിയിൽ ആസിഫ് രാജേശ്വരിയെ നോക്കുക. എന്ത് ശരി, അവൾ ഇവിടെ ചെയ്തു കൂട്ടിയത് അത്ര തെറ്റൊന്നും ഞാൻ അവളോട് ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ വന്ന കസ്റ്റമേഴ്സിനെയൊക്കെ അവളുടെ ഹോം സ്റ്റേയിലേക്ക് അവൾ ബാർഗൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഈ റിസോർട്ട് തന്നെ പൂട്ടിക്കാൻ നോക്കിയവളല്ലേ അവൾ. അവൾക്ക് ചെറിയൊരു ശിക്ഷ. ഈ ചെറുപ്പക്കാർ അവിടെ ചെല്ലട്ടെ, അവളുടെ വീട്ടിൽ ചെന്ന് അലമ്പുണ്ടാക്കട്ടെ. എങ്ങനെയാ കാവേരി മഹാറാണി ഇവരെയൊക്കെ ഒതുക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം. എങ്കിലും ആൻറ്റി, ദേ നീ നിൻ്റെ ജോലി ചെയ്യുക, അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേരെ. അവക്കുള്ള എൻ്റെ ചെറിയൊരു പനിഷ്മെൻറ്റ്. രാജേശ്വരി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ രാജേശ്വരിയുടെ മുകളിൽ വളർന്ന് ടീ കപ്പ് റിസോർട്ടിനേക്കാൾ വലിയൊരു റിസോർട്ട് ഒരു വർഷത്തിനുള്ളിൽ പണിയൊന്നും പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചിട്ട് പോയവളല്ലേ കാവേരി. അവൾ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത് ഞാനൊന്ന് കാണട്ടെ, അവൾ വളരുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് രാജേശ്വരി പോവാണ് കേട്ടോ. അപ്പോൾ ആസിഫിന് ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആസിഫും നിസ്സഹായനായിട്ട് അവിടെ നിൽക്കുക. അപ്പോൾ അവർക്ക് അഡ്രസ്സൊക്കെ രാജേശ്വരി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ ചെറുപ്പക്കാർ നേരെ മഹാനദി ഹോം സ്റ്റേ അന്വേഷിച്ച് അവർ കാവേരിയുടെ വീട്ടിലേക്ക് ചെല്ലുക. ഇതേ സമയം മുന്നോട്ട് ഇനി എങ്ങനെ ജീവിക്കും? ജോലിയും പോയി, ഇനിയിപ്പം ഹോം സ്റ്റേ തന്നെ വളർത്തിയെടുക്കണം. ഇപ്പം വരാമെന്ന് പറഞ്ഞ ഗസ്റ്റുകളും വന്നില്ലല്ലോ എന്നൊക്കെ ആകെ ആദ്യ പിടിച്ച് നമ്മുടെ കാവേരി ചിന്തിച്ചിരിക്കുമ്പോഴാണ് ആ ചെറുപ്പക്കാർ അങ്ങോട്ട് ചെന്ന് കോളിംഗ് ബെല്ലടിക്കുന്നത്. അത് കഴിക്കുമ്പം കാവേരി എഴുന്നേറ്റ് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി കാണുന്ന അവർ അടിമുടി ഇങ്ങനെ നോക്കുകയാണ്. നല്ല സുന്ദരി കുട്ടിയാണല്ലോ, ഇന്ന് നമുക്ക് എന്തായാലും കുശാലാടാ. നമ്മൾ വന്ന സ്ഥലം അടിപൊളി ആയിട്ടുണ്ട്, നോക്കിക്കേ എത്ര കിളികളാ. അപ്പോൾ കാവേരി വന്ന് ചോദിക്കും, എന്താ ഇത് മഹാനദി ഹോം സ്റ്റേ അല്ലേ? ഇവിടെ റൂമുകൾ ഒഴിവുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ വന്നതാ എന്ന് കാവേരിയോട് അവർ പറയണം. അതെ സാർ, ഇത് മഹാനദി ഹോം സ്റ്റേ ആണ്, റൂമുകൾ ഒഴിവുണ്ട് എന്ന് പറയണം. റൂമുകൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കാവേരി അവരെയും കൂട്ടിക്കൊണ്ടങ്ങ് പോവുക. അപ്പോൾ ഈ ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ട് ശാരദ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ കാവേരി ചെറുപ്പക്കാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ശാരദയ്ക്ക് നല്ല ദേഷ്യം വരിക. നിങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ എന്നും പറഞ്ഞ് ശാരദയുടെ അടുത്തേക്ക് കാവേരി വരിക. ദേ അമ്മേ, ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഏത് ഫാമിലി
ഫാമിലിയായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അത് 3-4 ചെറുപ്പക്കാരാണല്ലോ, ഇതാണോ നിൻ്റെ ഗസ്റ്റുകൾ എന്ന് കാവേരിയോട് ശാരദ ചോദിക്കുക. അമ്മേ ഒന്ന് പതുക്കെ പറ, അവർ കേൾക്കും എന്ന് പറയണ. ഒരു കുഴപ്പം ഉണ്ടാകില്ല അമ്മേ, അവർ നമ്മുടെ മഹാനദി ഹോം സ്റ്റേ അന്വേഷിച്ച് വന്നതാ. അതിനർത്ഥം എന്താ, നമ്മുടെ ഹോം സ്റ്റേക്ക് ഒരു പേരൊക്കെ ഉണ്ടായി തുടങ്ങിയെന്നല്ലേ. അമ്മയായിട്ട് അവരെ ഇറക്കി വിടരുത്. ഇവിടെ വന്ന് കയറുന്ന ഓരോ ഗസ്റ്റുകളെയും ഓരോരോ കാര്യം പറഞ്ഞ് ഇങ്ങനെ റൂമുകളില്ലെന്ന് പറഞ്ഞു വിട്ടാൽ പിന്നെ നമ്മളിത് എങ്ങനെ വളർത്തിക്കൊണ്ട് പോവുക എന്ന് ചോദിക്കുക. ദേ പെണ്ണെ, ഇവിടെ പ്രായപൂർത്തിയായ 3 പെൺപിള്ളേരുള്ള വീടാ, അതുമല്ല ഒരു കൊച്ചു കുട്ടിയുണ്ട്, പിന്നെയും ഒരു ആൺതുണയുണ്ടോ, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഈ കാര്യമൊന്നും ചിന്തിക്കാതെ കണ്ട നാട്ടിൽ നിന്ന് വന്ന ആണുങ്ങളെ നീ എന്ത് വിശ്വസിച്ചാ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുക ഹോം സ്റ്റേ എന്ന് പറഞ്ഞ്? നാട്ടുകാരറിഞ്ഞാലേ അരവിന്ദൻ്റെ കുടുംബത്തെപ്പറ്റി എന്താവും പറഞ്ഞ് നടക്കുന്നത്? ഇനി ഇങ്ങനൊരു ചീത്തപ്പേര് കൂടിയേ ഉള്ളൂ കേൾക്കാനായിട്ട് എന്ന് ശാരദ പറയാം. അമ്മേ, നാട്ടുകാരാണോ നമുക്ക് ചെലവിന് തരുന്നത്? നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ കാശ് വേണ്ടേ അമ്മേ? അതിനുള്ളൊരു വഴിയാ ഈ ഹോം സ്റ്റേ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അവരൊരു കുഴപ്പവും ഉണ്ടാക്കില്ല. സാധാ ഗസ്റ്റുകൾ വരുന്ന പോലെ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു, ആഹാരം കൊടുക്കുന്നു, അവരവിടെ കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേറ്റ് പോകുന്നു, അത്രേ ഉള്ളൂ. അമ്മ ഒന്ന് സമ്മതിക്കമ്മേ എന്ന് പറയാം. ദേ കാവേരി, നീ ഇങ്ങനെ കിടന്ന് തുള്ളാനൊന്നും നിൽക്കണ്ട, ഇതിന് ഞാൻ സമ്മതിച്ച് തരത്തേയില്ല. ആ 3-4 ആൺപിള്ളേരെ ഈ വീട്ടിൽ കയറ്റി താമസിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഈ ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഗംഗ വരിക. ഗംഗേച്ചി, അമ്മയെക്കൊണ്ട് ഒന്ന് സമ്മതിപ്പിക്കുക ചേച്ചി, 3-4 പേരുണ്ട്, അവർ എന്തായാലും 2 റൂമെങ്കിലും എടുക്കും. നമ്മൾ ഇവരെ ഇങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്ന് ചോദിക്കുക. അമ്മേ, ഇങ്ങനെയാണ് അമ്മേ ഹോം സ്റ്റേ നടത്തുന്നത്. പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരല്ലേ വരിക, ഇവിടെ വരുന്ന എല്ലാവരും കല്യാണം കഴിഞ്ഞവരാണെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുക. ദേ കാവേരി തുള്ളുന്നതനുസരിച്ച് നീ കിടന്ന് തുള്ളാൻ നോക്കല്ലേ ഗംഗെ. 3-4 ചെറുപ്പക്കാരെ ഈ വീട്ടിൽ കയറ്റി താമസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും അവരെ കണ്ടാൽ തന്നെ അറിയാം ശരിയല്ലെന്ന്. കുടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലമ്മേ, അതൊക്കെ അമ്മയ്ക്ക് തോന്നുന്നതാ എന്ന് പറയൂട്ടോ. അപ്പോൾ കാവേരിയും ഗംഗയും ഒരുപോലെ വാശി പിടിപ്പിക്കുമ്പോൾ എന്തേലും ചെയ്യേ എന്നും പറഞ്ഞ് ശാരദ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങ് പോവുക. അപ്പോൾ ഗംഗയും കാവേരിയുടെ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഗംഗയും കാണുമ്പോൾ അവരാട്ടിമുട്ടി നോക്കുകയാണ്. പക്ഷേ കാവേരിക്കും ഗംഗയ്ക്കും ഇതൊന്നും മനസ്സിലാകുന്നില്ല. റൂം ഇവിടെ ഒഴിവുണ്ട് സാർ, നിങ്ങൾക്ക് ഇവിടെ ഹോംലി ഫുഡും ഉണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ID പ്രൂഫൊക്കെ അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ കാവേരി ചോദിക്കുമ്പം അവരതും ഇതുമൊക്കെ പറഞ്ഞ് വിഷയം മാറ്റി വിടുകയാണ് കേട്ടോ. പക്ഷെ കാവേരി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അവരുടെ നോട്ടവും ഭാവവും ഒന്നും തീരെ ശരിയല്ല. അങ്ങനെ ആ പയ്യന്മാർക്ക് നമ്മുടെ കാവേരി റൂം കൊടുക്കുകയാണ് കേട്ടോ. റൂമിലേക്ക് ചെന്ന് കഴിയുമ്പം അവർ വളരെ മോശമായിട്ട് നമ്മുടെ ഗംഗയെ പറ്റിയും കാവേരിയെ പറ്റിയൊക്കെ സംസാരിക്കുക. നമ്മൾ വന്നുപെട്ട സ്ഥലം എന്തായാലും അടിപൊളി ആയിട്ടുണ്ടടാ, എത്ര പെണ്ണുങ്ങളാ, ഒന്നിനൊന്നും മെച്ചം എന്ന് പറയാം. ഇന്ന് തന്നെ നമുക്ക് ഇവിടെ ഒന്ന് അറമാദിക്കണം എന്നൊക്കെ അവരിങ്ങനെ തീരുമാനിക്കുക. അത് നീ പറഞ്ഞത് നേരായടാ, നമ്മൾ ആദ്യം ചെന്ന റിസോർട്ടിൽ റൂം കിട്ടാതിരുന്നത് എന്തുകൊണ്ട് നന്നായി. അവിടുത്തെ സ്ത്രീ നമ്മളെ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവളുമാരൊന്നും ശരിയല്ലെന്നാണ് തോന്നുന്നത് എന്ന് പറയാം. എല്ലാം നമ്മുടെ വഴിക്ക് തന്നെ വരും, വന്നില്ലെങ്കിൽ നമ്മൾ അവരെ വരുത്തിക്കും എന്നൊക്കെ അവർ പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും അറിയാതെ കാവേരിയും കുടുംബവും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. ആഹാരം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുക. അപ്പം ശാരദ വീണ്ടും വന്ന് പറയുന്നുണ്ട്, ദേ അവർക്ക് റൂം കൊടുത്തത് എന്ത് വിശ്വസിച്ചാ? ഞാൻ പറഞ്ഞ നീയൊക്കെ എന്തെങ്കിലും കേൾക്കോ? അരവിന്ദേട്ടൻ പോയതോടുകൂടി എൻ്റെ വാക്കിന് ഇവിടെ ഒരു വിലയില്ലെന്നായിരിക്കുക. അപ്പോൾ കാവേരി പറയും, അമ്മയുടെ ഏത് വാക്കാണ് ഞങ്ങൾ അനുസരിക്കാത്തത്? ഹോം സ്റ്റേ നടത്തുന്നത് നമുക്ക് വേണ്ടിയല്ലേ അമ്മേ? ഇത് മുന്നോട്ട് വളർന്നാലല്ലേ നമുക്കൊരു ജീവിതം ഉണ്ടാകുള്ളൂ എന്ന് ചോദിക്കുകയാണ്. അപ്പം എന്തേലും ചെയ്യുന്ന വീണ്ടും ശാരദ പറയാം, എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായാൽ അന്നത്തോടു കൂടി നിൻ്റെയൊക്കെ ഹോം സ്റ്റേ പൂട്ടി കെട്ടിക്കും ഞാൻ എന്ന് പറയാം. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറയാൻ കേട്ടോ കാവേരി. ഇതേ സമയം രാത്രിയാകുമ്പോൾ അവരുടെ മട്ടും ഭാവവും ഒക്കെ മാറുവാണേ. അവരാണെങ്കിൽ വളരെയേറെ മദ്യപിച്ച് വന്ന് നമ്മുടെ കാവേരിയുടെയൊക്കെ റൂമിൻ്റെ വാതിലിൽ ചെന്ന് തട്ടുവാണ്. അപ്പം കാവേരിക്കും സഹോദരിമാർക്കും നല്ല പേടിയാകുന്നുണ്ട്. അപ്പോൾ ഈ ശബ്ദം കേട്ട് ശാരദ വന്ന് വാതിൽ തുറന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലുക. എന്താ വേണ്ടത്, നിങ്ങളെന്തിനാ ഇവിടെ വന്ന് തട്ടുന്നേ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ മേഡം, ഞങ്ങൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു. വെള്ളമൊക്കെ ആ റൂമിൽ വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് ഗസ്റ്റുകൾക്ക് പ്രവേശനം ഇല്ലാത്തതാ എന്ന് ശാരദ പറയാം. ഇങ്ങനെയൊക്കെയല്ലേ മേഡം പ്രവേശനം ഉണ്ടാക്കുന്നത് എന്നും പറഞ്ഞ് അവരാകെ വശപ്പിച്ചുകോടുകൂടി ശാരദയോട് സംസാരിക്കുക. അവരുടെ മട്ടും ഭാവവും ഒക്കെ കാണുന്ന ശാരദ ആകെ പേടിച്ചു പോവാണ് കേട്ടോ. ഇതേ സമയം കാവേരിയും ഗംഗയും എല്ലാവരും ഇറങ്ങി വരികയാണ്. ആഹാ, കിളികൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇച്ചിരി വെള്ളമായിട്ട് അങ്ങോട്ട് വന്നേ മോളെ എന്ന് പറയാണ് കേട്ടോ. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ അവർ നിൽക്കുക. അപ്പം വെള്ളം കൊണ്ട് കൊടുക്കണോ വേണ്ടയോ എന്നൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും മോശമായിട്ടുള്ള ആണുങ്ങളെയൊന്നും അവർക്ക് കണ്ടും പരിചയമില്ല. ഇവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും അവർക്കൊരു ചിന്തയും ഉണ്ടാകുന്നില്ല. അപ്പോൾ ശാരദ പറയും, ദേ നിങ്ങൾ അകത്ത് കയറി ഇരുന്നോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വീണ്ടും അവരവിടെ കിടന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണേ. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും ഗംഗ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ഗംഗയുടെ കൈ പിടിച്ച് വലിക്കുക. എൻ്റെ മോളെ വിട് എന്ന് പറഞ്ഞ് ശാരദ പെട്ടെന്ന് അവരോട് വഴക്കുണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇത് കാവേരി ഓടി വരികയാണ്. എൻ്റെ ചേച്ചി വിടടാ ഗംഗേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ചെല്ലുക.
അപ്പോൾ ആ പയ്യന്മാർ നമ്മുടെ കാവേരിയും ഗംഗയും ഒക്കെ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആകെ ഷോക്കായിട്ട് കാവേരി നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. ഈ ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ നീളക്കുട്ടി പെട്ടെന്ന് വിനീതനെ ഫോൺ ചെയ്യാണ്. അപ്പോൾ വിനീത് ഈ ബഹളങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ മോളെ, നീ എന്തേ രാത്രി വിളിച്ചത്? ഓടി വാ വിനീതേട്ടാ, ഇവിടെ ആകെ പ്രശ്നം, അതെ ഗംഗേച്ചിയെ ഉപദ്രവിക്കുന്നു. അപ്പോൾ ഗംഗ എന്നൊരു പേര് മാത്രമേ വിനീത് കേൾക്കുന്നുള്ളൂ. വിനീത് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് സ്നേഹതീരത്തേക്ക് ഓടാനായിട്ട് തുടങ്ങുക. അപ്പം പോകുന്ന വഴിക്ക് നിവിനെ വിളിക്കുന്നുണ്ട്. എന്തോ പ്രശ്നമുണ്ട്, തനിക്ക് തന്നെ അവരെ എല്ലാവരെയും ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിലോ എന്ന് കരുതി നിവിനെയും ഫോൺ വിളിച്ച് നിവിനെയുമായിട്ടാണ് നമ്മുടെ വിനീത് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.